ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഇറാനും ഖത്തറും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെയാണ് ഇറാനും UAEയും തമ്മിലുള്ള ബന്ധത്തിലും വലിയ വിള്ളലുണ്ടായിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം UAE ലക്ഷ്യമിട്ടതായി എമിറേറ്റ്സ് ആരോപിച്ചെങ്കിലും ആരോപണം ഇറാൻ നിഷേധിച്ചു. 2 മിസൈലുകൾ ഇറാനിൽ നിന്ന് എത്തിയെന്നും അതിലൊന്ന് കടലിൽ പതിച്ചതായും UAE വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായിലടക്കം ജാഗ്രത ശക്തമാക്കുകയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് UAE നീങ്ങിയത്. ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെക്കുന്നതായി UAE പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരുമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയത്തിലെ ആശയവിനിമയ വിഭാഗം ഡയറക്ടർ അഫ്ര അൽ ഹാമിലി അറിയിച്ചു. ഇറാന്റെ നടപടികൾ മേഖലയിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷത്തിന് ഗുരുതരമായ തിരിച്ചടിയാണെന്നും UAE വിമർശിച്ചു. ഇറാനെതിരെ UAE സ്വീകരിച്ച നടപടി ഒറ്റപ്പെട്ടതല്ല. ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങളെയും UAE ശക്തമായി അപലപിച്ചു. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കപ്പെടണമെന്നും മേഖലയിൽ കൂടുതൽ സംഘർഷമുണ്ടാകുന്ന നടപടികളിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും വിട്ടുനിൽക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനുമായുള്ള വ്യാപാരം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് UAEക്കും ചില സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. UAEയിലേക്ക് പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന വ്യാപാര ബന്ധം പ്രത്യേകിച്ച് ദുബായ് കേന്ദ്രീകരിച്ചുള്ള വിപണികൾക്ക് പ്രധാനപ്പെട്ടതുമാണ്. UAEയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ വ്യാപാരികളും വ്യവസായികളും നിരവധിയുണ്ട്. അതിനാൽ വ്യാപാര നിയന്ത്രണം ഇരുവശത്തുമുള്ള വ്യാപാര ശൃംഖലകളെയും ബാധിച്ചേക്കാം. എങ്കിലും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ലെന്ന സൂചനയും UAE നൽകുന്നുണ്ട്. പ്രശ്നങ്ങൾക്ക് സൈനിക മാർഗത്തിലൂടെയല്ല ചർച്ചകളിലൂടെയാണ് പരിഹാരം കണ്ടെത്തേണ്ടതെന്നാണ് UAEയുടെ നിലപാട്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്നും രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിനൊപ്പം ചർച്ചയ്ക്കുള്ള സാധ്യത നിലനിർത്തുന്ന സമീപനമാണ് UAE സ്വീകരിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ഫോണിൽ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനെതിരായ നടപടികൾക്ക് അമേരിക്ക UAEക്ക് പിന്തുണ നൽകുമെന്ന് അറിയിച്ചതായാണ് വിവരം. ഇതോടെ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷത്തിൽ UAEയും അമേരിക്കയും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തമാകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ജൂൺ 17-നുണ്ടായിരുന്ന വെടിനിർത്തൽ ധാരണയുടെ കാലാവധി അവസാനിച്ചതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ്. ഇനി പുതിയ ധാരണയ്ക്ക് തയ്യാറല്ലെന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചതായാണ് വിവരം. അതേസമയം തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വീണ്ടും രൂക്ഷമാകുമോ എന്ന ആശങ്ക ശക്തമാണ്. മേഖലയിലെ ഏറ്റവും നിർണായക വിഷയങ്ങളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും ഇതോടെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിനും എണ്ണ വ്യാപാരത്തിനും നിർണായകമായ ഈ കടൽപാതയിലൂടെ കപ്പലുകൾ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ടെന്നാണ് പുതിയ വിവരം. എന്നാൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു സൈനിക നടപടിയും ആഗോള എണ്ണവിലയെയും വ്യാപാര മേഖലയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടെ ഇറാന്റെ ചില സൈനികരെ ഖത്തർ തടവിലാക്കിയതായി ഇറാൻ ആരോപിച്ചതും പുതിയ തർക്കത്തിന് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ആരെയും തടവിലാക്കിയിട്ടില്ലെന്നാണ് ഖത്തറിന്റെ വിശദീകരണം. ഇരു രാജ്യങ്ങളുടെയും പരസ്പര ആരോപണങ്ങൾ ഗൾഫ് മേഖലയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റത്തിനാണ് നിലവിലെ സംഭവവികാസങ്ങൾ വഴിയൊരുക്കുന്നത്. വർഷങ്ങളായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നെങ്കിലും വ്യാപാരവും നയതന്ത്ര ബന്ധങ്ങളും പല രാജ്യങ്ങളും തുടർന്നിരുന്നു. എന്നാൽ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ മോശമായാൽ സാമ്പത്തിക ബന്ധങ്ങളിലും നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നതിനൊപ്പം ഗൾഫ് രാജ്യങ്ങളിലെ വ്യാപാര വിതരണ ശൃംഖലകളെയും ബാധിച്ചേക്കാം. പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതിനിടെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത നിലനിർത്തുകയാണ് UAEയുടെ പ്രധാന സന്ദേശം. എന്നാൽ അതോടൊപ്പം ഇറാനെതിരായ സാമ്പത്തിക നടപടികൾ ശക്തമാക്കുന്നതിലൂടെ കടുത്ത സമ്മർദ്ദം ചെലുത്താനും UAE തയ്യാറെടുക്കുകയാണ്. ഇതോടെ ഗൾഫ് മേഖലയിൽ വരും ദിവസങ്ങളിൽ നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം സാമ്പത്തിക ഉപരോധങ്ങളും സുരക്ഷാ നടപടികളും കൂടുതൽ ശക്തമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.